സാറേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അതിജീവിത ഒരു കുറിപ്പിട്ടിരുന്നു. അതിനകത്ത് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നാണ് എഴുതിയിരുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചായക്കപ്പിരിപ്പുണ്ടായിരുന്നു. അതിനകത്തും ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വലിയ പിന്തുണ നൽകുന്നു എന്നാണ് അർത്ഥം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും? മറ്റേ ചായക്കപ്പിൽ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്തുണയൊക്കെ തന്നെ, പക്ഷെ നല്ലൊരു PR വർക്കും ആയിരുന്നു അത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു TV-യിൽ ഉണ്ടായിരുന്ന അവതാരകയാണല്ലോ അതിജീവിത. അവര് ഈ സംഭവത്തിന് ശേഷം ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ഇട്ട കുറിപ്പിലാണ് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിജീവിത കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിരുന്നു. ദൈവത്തിന് നന്ദി, ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തികൾ ദൈവം കണ്ടു, എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കേട്ടു എന്ന് തുടങ്ങുന്നൊരു പോസ്റ്റാണ് അതിജീവിത. മറ്റേ ഈ പുതിയ അതിജീവിതയല്ല, പഴയ അതിജീവിത ഇട്ടിരുന്ന പോസ്റ്റ്. പിതാവാകാൻ യോഗ്യതയില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിനും മാപ്പ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ക്ഷമിക്കട്ടെ എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ, എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്, കുഞ്ഞാറ്റ ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ചന്ദ്രനോളം സ്നേഹിക്കുന്നു എന്ന് പറയാണ്. ഈ വാചകത്തിനൊരു കഥയുണ്ട്. ആ കഥയാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. 1994 ഈ ഇംഗ്ലീഷ് ലോകത്തൊക്കെ വളരെ പ്രശസ്തമായ ഒരു കുട്ടികളുടെ പുസ്തകം ഉണ്ട്. ആ കുട്ടികളുടെ പുസ്തകം ഗസ് ഹൗ മച്ച് ഐ ലവ് യു, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊന്ന് ആലോചിക്കൂ, ഊഹിക്കൂ. അറിയാമോ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അറിയാമോ എന്ന് നമുക്ക് പരിഭാഷ ചെയ്യാം. ഗസ് ഹൗ മച്ച് ഐ ലവ് യു. സാം മക്ബ്രാറ്റിനി എഴുതിയ പുസ്തകമാണിത്, കുട്ടികളുടെ പുസ്തകം. ആ പുസ്തകത്തിലെ വാചകമാണ് ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ളത്. ഞാൻ നിന്നെ ചന്ദ്രനോളവും തിരിച്ചും സ്നേഹിക്കുന്നു. ചന്ദ്രനോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടം വരെയല്ലേ ഉള്ളൂ. തിരിച്ച് ഭൂമി, ചന്ദ്രൻ, ആകാശം നിറച്ചും ഭൂമി നിറച്ചും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥം നമുക്ക് കിട്ടും. അപ്പോൾ അതിരുകളില്ലാത്ത സ്നേഹത്തിനെ പറ്റി പറയാനാണ് ഇത്. പ്രണയിക്കുന്നവർ തമ്മിലും കുടുംബത്തിലെ തന്നെ അച്ഛനും മകനും തമ്മിലും അച്ഛനും മകളും തമ്മിലും ഒക്കെ ഈ അഗാധ സ്നേഹത്തിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാചകമാണിത്. ആഴമേറിയ നിരുപാധിക സ്നേഹത്തിനെ പറ്റി പറയുമ്പോഴാണ് ഈ വാചകം ലോകത്ത് ഉപയോഗിച്ചു വരുന്നത്. അതിരുകളില്ലാത്ത സ്നേഹം, നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹവാചകമാണ് അത്. ഈ പുസ്തകം 2 മുയലുകൾ, അച്ഛൻ മുയലും കുഞ്ഞുമുയലും, മകൻ മുയലാണ്, കുഞ്ഞുമുയലും തമ്മിലുള്ള കഥയാണ്. ഇത് ചെറിയ ഇതാണ്, പക്ഷെ 57 ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം. 5 കോടി കോപ്പികൾ വിറ്റിട്ടുണ്ട് എല്ലാ ഭാഷകളിലും ആയിട്ട്. അപ്പോൾ ഉറങ്ങാൻ കിടന്ന ഒരു കാട്ടുമയിൽ, അപ്പൻ കാട്ടുമയിലും മോൻ കാട്ടുമയിലും, മോൻ ചെറുതാ, അവർ തമ്മിൽ ഒരു ബെറ്റ് വയ്ക്കുക, മത്സരം. ആർക്കാണ് നമ്മളിൽ കൂടുതൽ സ്നേഹം എന്നുള്ള ഒരു മത്സരം വയ്ക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ ആലോചിക്കാവുന്ന ഒരു പരിധി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കുഞ്ഞി കൈകൾ കൊണ്ട്, കുഞ്ഞിൻ്റെ കണ്ണുകൾ കൊണ്ട്, ഭാവന കൊണ്ട് താണ്ടാവുന്ന ദൂരങ്ങൾ ഒക്കെ ആലോചിച്ചിട്ട് അത്രയും സ്നേഹിക്കുന്നു എന്ന് കുഞ്ഞുമയില് അച്ഛനോട് പറയാണ്, അച്ഛൻ മുയലിനോടെ. അങ്ങനെ ഈ കുഞ്ഞുമുയലിന് ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉറക്ക പിച്ചിൽ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് ചന്ദ്രനെ കണ്ടു.
അപ്പോൾ പെട്ടെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിട്ട് ജനാലയ്ക്കപ്പുറം ആകാശത്ത് ചന്ദ്രനെ കണ്ടപ്പോൾ ഒരു വാചകം ഈ കുഞ്ഞുമുയലിൻ്റെ മനസ്സിൽ വന്നു. ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ എന്ന് അച്ഛൻ മുയലിനോട് പറഞ്ഞു. ഈ വാചകം വേറെയാ. ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ എന്ന് പറഞ്ഞു. ഞാൻ ചന്ദ്രനോളം അച്ഛനെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. ചന്ദ്രനോളം എന്ന് പറഞ്ഞാൽ ഇതിന് മറുപടി പറയാണ് ഈ അച്ഛൻ മുയല്. അതാണ് ഈ വാചകം. അപ്പോൾ ഉറങ്ങിയ ആ കുഞ്ഞുമുയലിൻ്റെ ചെവിയിൽ ഈ അപ്പൻ മുയല് പറഞ്ഞ വാചകമാണിത്. ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഇതാ ഞാൻ ചന്ദ്രനോളം അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണല്ലോ മകൻ മുയൽ പറഞ്ഞ. അത് മാത്രമല്ല, ഞാൻ തിരിച്ചും അത്രയും തിരിച്ചും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാചകമാണ് ഈ അതിജീവിത പറയുന്ന ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഒറിജിനൽ വാചകം ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ മറ്റേ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ സത്യഗ്രഹ സമര വേദിയിലാണ് പിണറായി വിജയൻ്റെ ഈ ചായക്കപ്പ്. ഈ ചായക്കപ്പിൽ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുണ്ടായിരുന്നു. ഈ ചായക്കപ്പ് പിണറായി വിജയൻ പിടിച്ചിരിക്കുന്നത് വീണ്ടും അതിജീവിത അല്ലേ, ഒരു രക്ഷകർത്താവ് എന്നുള്ള മട്ടില് അല്ലേ, വീണ്ടും പങ്കിട്ടു. അങ്ങനെയാണ് ഈ ചായക്കപ്പ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇതാണ് ഈ പുസ്തകം. ഇതിൻ്റെ PR വെറുതെ അല്ലല്ലോ ആ ചായക്കപ്പ് പിടിക്കുന്നത്. അത് മാത്രമല്ല, കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫർമാർക്ക് പടം എടുക്കാൻ കഴിയുന്ന രീതിയിൽ വാചകം മുമ്പിലായിട്ട്. അതെ. അപ്പൊ അത് കൃത്യമായ ഒരു PR വർക്ക്. അല്ലെങ്കിൽ അതിൽ എങ്ങനെ ഫോട്ടോ എടുക്കണം, ഇനി അഥവാ അത് കഴിഞ്ഞ് അതിജീവിത ഇത് ഷെയർ ചെയ്യണം, എല്ലാം തീരുമാനിച്ചിരിക്കുന്നതാണ്. അതെ, അതിജീവിത പിന്തുണയ്ക്കുന്നവര്, CPM പിന്തുണയ്ക്കുന്നവര്, വനിതാ ജേർണലിസ്റ്റുകൾ, വനിതാ ഈ പറയുന്ന സ്ത്രീപക്ഷ കൂട്ടായ്മയിൽപ്പെട്ടവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പങ്കുവച്ചു. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ചിത്രം വരും, ആ ചിത്രം നിങ്ങൾ പങ്കുവെക്കണം, ഇതിനോട് നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കണം. അപ്പോൾ ഇലക്ഷന് മുമ്പ് തന്നെ CPM അല്ലെ പിണറായി വിജയനൊക്കെ തന്നെ PR വർക്ക് തുടങ്ങി. ആ ചോദ്യമാണ് ഞാൻ കാത്തിരുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു ചായക്കപ്പിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതാണ് പല പരിപാടികൾ, നവകേരള സർവേ, പിന്നെ ഒരു ക്വിസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, കുട്ടികൾക്കുള്ള ക്വിസ്, ഇങ്ങനെ ഹൈസ്കൂൾ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ്, ഇങ്ങനെ പല പരിപാടികൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുവരെ കേരളത്തില് കാണാത്ത വണ്ണമുള്ള, മറ്റേ ഭാഗത്തൊരു കനകോലു വന്നിരിപ്പുണ്ട്, പക്ഷെ കനകോലുവിനെ തോൽപ്പിക്കാവുന്ന ഒരു PR ടീം LDFന്റെ കൂടെ പുറത്ത് പറയാതെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. കാരണം ഇത് സഖാക്കൾ ആലോചിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഇതൊരു PR ടീമിന്റെ വർക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ കനകോല് വരുമ്പോൾ അതിനൊരു പ്രൊഫഷണൽ മാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സാധാരണക്കാരുടെ മനസ്സിലിടം പിടിക്കാവുന്ന താഴേക്കിടയിലേക്ക് എങ്ങനെയാണോ ഈ LDF സർക്കാരിന്റെ കാര്യങ്ങൾ എത്തിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു PR ടീം. അതല്ലേ ഇവിടെ നമ്മള് പലപ്പോഴും ദേശീയതയുടെ കൂടെയൊക്കെ നിൽക്കാറുണ്ടല്ലോ. അതെ, ഇത് ഒരു ചായക്കപ്പ് പിണറായി വിജയൻ പിടിച്ചു, ധാരാളം മതി ഇത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ. ഇതെടുത്ത് ഇങ്ങനെ ഇത് എന്തുകൊണ്ട് ഈ BJP ഒക്കെ പോലുള്ള കാശുണ്ടല്ലോ ഇഷ്ടം പോലെ, ഇങ്ങനൊരു പ്രചണ്ഡമായ പ്രചാരണം 40 മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതാണല്ലോ പറയുന്നത്. ഇങ്ങനൊരു സംഗതി BJP തുടങ്ങിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. ഒരു പ്രൊഫഷണൽ PR ടീമോ മറ്റോ BJPയുടെ കേരളത്തിലെ പ്രചാരണത്തിന് അവര് ഏൽപ്പിച്ചതായിട്ട് ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് തന്നെ ആ അതിജീവിതയുടെ കൂടെ ആണ് ഞങ്ങൾ എന്ന് BJPക്കും പറയാം. കാരണം കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണല്ലോ ഇത്. കോൺഗ്രസ് മുക്ത ഭാരതാണ് BJP. BJPയുടെ ഒരു മേയറും കൗൺസിലർമാരും ഒരു 50 ചായക്കപ്പുമായിട്ട് ഇതുപോലെ പിണറായിക്ക് മുമ്പേ ഇറങ്ങിയിരുന്നു എന്ന് വിചാരിക്കുക. തിരുവനന്തപുരത്ത് എന്തൊരു ഇമ്പാക്റ്റ് ആവുമായിരുന്നു. അതാണ് ഈ പ്രചരണം എന്ന് പറയുന്നത്.
കാരണം പ്രചരണത്തിന്റെ രീതികളൊക്കെ മാറി. അതെ. അപ്പൊ ഇത് ജനങ്ങളുടെ മനസ്സിൽ തറച്ചു ചായക്കപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്ന് BJPക്ക് എന്ത് പഠിക്കാൻ പറ്റുന്നു BJP ആലോചിക്കേണ്ടതാണ് നന്നായിട്ട്. അമിത്ഷാ വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടല്ലോ. അമിത്ഷാ ആ കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടും മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു, ശതമാനം കുറഞ്ഞല്ലോ അതെ, മുമ്പത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ. അപ്പോൾ ഈ രീതിയിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു ടീം എന്തുകൊണ്ട് BJPക്ക് ഇല്ല? അത് BJP ആലോചിക്കണം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.